ഇറാനുമായി പിടിച്ചു നിൽക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കയുടെ അത്യാധുനിക ആയുധ ശേഖരം കൂടുതലായി തന്നെ തീരുകയാണ് ചെയ്തത്. സൈനിക ശേഷിയിൽ കടുത്ത ആശങ്കയാണ് ഇപ്പോൾ പെന്റഗൺ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന സൈനിക നീക്കം അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും യുദ്ധശേഷിയെയും പോലും ഗുരുതരമായി തന്നെ ബാധിക്കുന്നു. ഫെബ്രുവരി അവസാനം ആരംഭിച്ച കടുത്ത പോരാട്ടത്തിൽ അത്യാധുനിക മിസൈലുകൾ വ്യാപകമായി തന്നെ ഉപയോഗിച്ചതിനാൽ തന്നെ അമേരിക്കയുടെ ആയുധപുരകളിൽ വലിയ കുറവുണ്ടായതായി തന്നെയാണ് പെന്റഗൺ വിലയിരുത്തുന്നത്. ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളുമായുള്ള ആ ഒരു ഭാവിയിലെ സാധ്യമായ ഏറ്റുമുട്ടലുകൾക്കായി തന്നെ കരുതി വെച്ചിരിക്കുന്ന ആയുധങ്ങളാണ് ഇറാനിൽ പ്രയോഗിക്കേണ്ടി വന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് അമേരിക്കയുടെ ദീർഘകാല സൈനിക സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക കൂടുതലായി തന്നെ ഉയർത്തുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചൈനയുമായുള്ള യുദ്ധം ലക്ഷ്യമിട്ട് നിർമ്മിച്ച 1100 JASSM-ER ക്രൂയിസ് മിസൈലുകൾ ഇതിനോടകം തന്നെ അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ US ശേഖരത്തിൽ 1500 എണ്ണം മാത്രമാണ് ശേഷിക്കുന്നതെന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ തന്നെ 1000-ലധികം ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകളും വിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം ഉപരിയായി തന്നെ ഇപ്പോൾ ഫെബ്രുവരി അവസാനം ഇറാനിൽ ആരംഭിച്ച ഇസ്രായേൽ US വ്യോമാക്രമണങ്ങൾക്ക് 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ മറ്റൊരു യുദ്ധത്തിനുള്ള പുറപ്പാട് അല്ലെങ്കിൽ ഒരു കോപ്പ് കൂട്ടുകയാണ് ഇവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിനായി തന്നെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി, അതായത് യുദ്ധക്കപ്പൽ കൂടി ഇവിടെ ഇറാൻ തീരത്തിനടുത്തായി വിന്യസിപ്പിച്ചിരിക്കുകയാണ് എന്നതും ഇവിടെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ അതിനെ പിന്തുണയ്ക്കായി തന്നെ മറ്റ് നിരവധി സായുധ കപ്പലുകളും മേഖലയിൽ ഉണ്ടെന്നും ഇതിലൂടെ തന്നെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നതായിരുന്നു ഇവിടെ ഒരു പ്രസ്താവനയായി തന്നെ നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാൻ ആകട്ടെ ഹോർമോസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇറാന്റെ ഏതു തരം ബോട്ടുകളെയും പോലും കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് വീഴ്ത്താൻ അമേരിക്കൻ നാവികസേനയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നിർദ്ദേശം നൽകിയതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നായ ഇവിടെ മൈനുകൾ സ്ഥാപിച്ച് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കങ്ങളെ എന്ത് വില കൊടുത്തും നേരിടുമെന്നാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. യാതൊരു വിധത്തിലുമുള്ള മടിയും കൂടാതെ തന്നെ ശത്രു ബോട്ടുകളെ തകർക്കുവാനാണ് അല്ലെങ്കിൽ അതിന് സൈന്യത്തിന് പൂർണ്ണമായ ഉത്തരവാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഇറാന്റെ നാവികസേനയിലെ 159 കപ്പലുകളും നിലവിൽ കടലിന്റെ ആ ആഴത്തട്ടിൽ, അതായത് അടിത്തട്ടിലേക്കും അവിടെ ശക്തി നാമമാത്രമായി തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്നതായി തന്നെ ഇവിടെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. അത് അതിവേഗം തന്നെ തുടരുകയാണ് എന്നും വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.